ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പൊങ്കാല. കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നത് വളരെ സവിശേഷമായ ഒരു ക്ഷേത്ര ആചാരമാണ്. മലയാള മാസമായ മകരം കുംഭത്തിൽ ഫെബ്രുവരി, മാർച്ച്, കാർത്തിക നക്ഷത്രത്തിലാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷം ആരംഭിക്കുന്നത്. പൗർണമിയോട് അനുബന്ധിച്ചുള്ള പൂരം നക്ഷത്രത്തിന്റെ ശുഭദിനമാണ് പൊങ്കാല ചടങ്ങ്. കാപ്പുകെട്ട് ചടങ്ങിൽ ദേവിയുടെ കണ്ണകി ചരിതം കഥയുടെ സംഗീത അവതരണത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഇതിനായി അംഗീകൃത കുടുംബങ്ങളാണ് മ്യൂസിക്കൽ റെൻഡറിംഗുകൾ നടത്തുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യവും പാണ്ഡ്യരാജാവിന്റെ വധവും ഈ കഥയിൽ പ്രതിപാദിക്കുന്നു. പൊങ്കാലയ്ക്ക് മുന്നോടിയായുള്ള 9 ദിവസവും പാട്ട് തുടരും. ദേവി പാണ്ഡ്യരാജാവിനെ ഉന്മൂലനം ചെയ്യുന്ന സംഭവത്തോട് അനുബന്ധിച്ച് ക്ഷേത്ര താളമേളങ്ങളുടെയും വായിരവ-യുടെയും ഭക്തരുടെ ശബ്ദവും രോഷവും അകമ്പടിയായി ഉടൻ തന്നെ ദേവിക്ക് വഴിപാട് തയ്യാറാക്കുന്നതിനായി അടുപ്പുകൾ കത്തിക്കുന്നു. പാണ്ഡ്യരാജാവിനെ വധിച്ച് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഉത്സവം. ഉത്സവത്തിലുടനീളം ആഘോഷത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുന്നു. ക്ഷേത്രപരിസരത്ത് ഭജനകൾ, സംഗീത കച്ചേരികൾ, നാടോടി, ക്ഷേത്രകലകൾ എന്നിവ ചിത്രീകരിക്കുന്ന ബാലകൾ തുടങ്ങിയ ഗംഭീരമായ ആചരണങ്ങളുമുണ്ട്. മാനുഷികവും ദൈവികവുമായ കാര്യങ്ങൾ അതിന്റെ എല്ലാ വിവേചനങ്ങളിലും വളരെ സൂക്ഷ്മമായി ഇഴചേർന്നിരിക്കുന്നു എന്ന തത്വചിന്തയുടെ പ്രതീകമാണിത്. ക്ഷേത്രപരിസരത്ത് ഒത്തുകൂടുന്ന ഭക്തജനങ്ങൾ ഭക്തിസാന്ദ്രമായി കൊണ്ടുനടക്കുന്ന ദേവന്റെ വർണ്ണാഭമായ ഘോഷയാത്രകൾ എല്ലായിടത്തുനിന്നും പ്രസാദകരമായ അനുഭവം നൽകുന്നു. ഉത്സവത്തിന്റെ 9ാം ദിവസം തിരുവനന്തപുരം നഗരത്തിലും പരിസരത്തുമുള്ള എല്ലാ റോഡുകളും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ് നയിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പ്രദേശവും ജാതിമത മതഭേദമന്യേ എല്ലാവരുടെയും വീടുകൾ, റോഡുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തർക്ക് പൊങ്കാല അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു സമർപ്പിത മൈതാനമായി ഉയർന്നുവരുന്നു. ഈ ചടങ്ങ് സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ജാതി, വർണ്ണ, മതഭേദമില്ലാതെ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളുടെ തിരമാലകൾ വളരെ നേരത്തെ തന്നെ വിറക്, മൺപാത്രം, അരി, ശർക്കര, നാളികേരം തുടങ്ങി ദേവിക്ക് തങ്ങളുടെ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പ്രത്യേക സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ ശിരോവസ്ത്രം വഹിച്ച് ഈ ഭാഗത്തേക്ക് തിരമാലകൾ ഒഴുകുന്നത് മനോഹരമായ കാഴ്ചയാണ്. തിടപ്പള്ളിയിൽ അടുപ്പ് കത്തിക്കുന്നത് മേൽശാന്തിയും പനത്തറ അടുപ്പ്, സഹ-മേൽശാന്തി എന്നിവരും ചേർന്നാണ്. സർവശക്തനായ ദേവിയുടെ മഹത്വത്തിനും വേണ്ടിയുള്ള പുഷ്പാർച്ചനയുടെ അകമ്പടിയോടെ വൈകുന്നേരം നിശ്ചിത സമയത്ത് ക്ഷേത്ര പൂജാരിമാർ വിശുദ്ധജലം തളിക്കുന്നതോടെ ചടങ്ങ് സമാപിക്കുന്നു. സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും ഉത്സവ കമ്മിറ്റി അംഗങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സജീവ പങ്കാളിത്തത്തോടെ ഈ മഹാസഭയുടെ ക്ഷേമത്തിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രഭാരവാഹികൾ ഒരുക്കുന്നു. പോലീസിന്റെയും സന്നദ്ധപ്രവർത്തകരുടെയും പിന്തുണയോടെ അവർ പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നു. ഉത്തരേന്ത്യയിലെ കുംഭമേളയുടെ വലിയ സമ്മേളനങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവിടെ തടിച്ചുകൂടുന്ന വലിയ ജനക്കൂട്ടം. പൊങ്കാല നാളിൽ പെൺകുട്ടികൾ നടത്തുന്ന താലപ്പൊലി വളരെ ജനപ്രിയമാണ്. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഒരു പ്രവാഹം. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് താലപ്പൊലി അതിരാവിലെ തന്നെ ആരംഭിക്കുന്നത് സർവശക്തിയായ ദേവി അവർക്ക് അകവും പുറവും സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും സന്തോഷവും പ്രദാനം ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ്. 10നും 12നും ഇടയ്ക്കു പ്രായമുള്ള ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. 7 ദിവസങ്ങൾ ക്ഷേത്രത്തിൽ താമസിച്ച് 1008 നമസ്കാരം ദേവിക്കു മുന്നിൽ പൂർത്തിയാക്കണം എന്നതാണ് ആചാരം. രാവിലെ 8ന് പന്തീരടി പൂജകൾക്ക് ശേഷം കുത്തിയോട്ട വ്രതത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. മഹിഷാസുര മർദിനിയുടെ മുറിവേറ്റ ഭടന്മാരായാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കൽപ്പിക്കുന്നത്. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനോടെ ആറ്റുകാൽ ദേവിയെ വണങ്ങി പള്ളിപ്പലകയിൽ 7 വെള്ളിനാണയങ്ങൾ സമർപ്പിച്ച് ക്ഷേത്രമേൽശാന്തിക്ക് ദക്ഷിണ നൽകിയാണ് വ്രതം ആരംഭിക്കുക. 9ാം ഉത്സവ ദിവസം വൈകിട്ട് കിരീടവും ആടയാഭരണങ്ങളും ധരിപ്പിച്ച് ദേവീസന്നിധിയിൽ ചൂരൽകുത്തും. മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നത് കുത്തിയോട്ട ബാലന്മാരാണ്. തിരികെ ക്ഷേത്രത്തിലെത്തി ചൂരലിളക്കുന്നതോടെ വ്രതം അവസാനിക്കും. കോവലനെ വധിച്ചതിന്റെ പ്രതികാരാഗ്നിയിൽ മധുരയെ ചുട്ടുകരിച്ച ശേഷം കോപാകുലയായി എത്തിയ കണ്ണകി ദേവിയെ ശാന്തയാക്കാൻ നാട്ടുകാർ പന്തം കൊളുത്തി ആനന്ദനൃത്തം ചവിട്ടിയെന്നതാണ് വിളക്കുകെട്ടിന്റെ ഐതിഹ്യം. വിളക്കുകെട്ട് തലയിലേന്തി നേർച്ചക്കാരോടൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നഗരം ചുറ്റിയാണ് ഓരോ വിളക്കുകെട്ടും ക്ഷേത്രത്തിലെത്തുന്നത്. രാത്രി 12ന് ദീപാരാധനയ്ക്ക് ശേഷം 3 തവണ ശ്രീകോവിൽ വലംവച്ച ശേഷമാണ് വിളക്കുകെട്ട് ഘോഷയാത്ര സമാപിക്കുക. ആറ്റുകാൽ ഭഗവതിയുടെ ആനപ്പുറത്ത് ആലവട്ടവും വെഞ്ചാമരവും ഇടയ്ക്കിടെ മുഴങ്ങുന്ന വെടിയൊച്ചകളുടെ പ്രതിധ്വനിയിൽ ആറ്റുകാൽ ഭഗവതിയുടെ ഗംഭീരമായ ഘോഷയാത്രയാണ് അവസാനമായി കാണേണ്ടത്. രാത്രി കുരുതി തർപ്പണം എന്നറിയപ്പെടുന്ന ബലിതർപ്പണത്തോടെ 10 ദിവസത്തെ ഉത്സവം സമാപിക്കും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉത്സവാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഭക്തർ ക്രമീകരിച്ചിരിക്കുന്ന പൂജകളും ഭജന, കോടി അർച്ചന, ലേഖാർച്ചന, അഖണ്ഡനാമജപം, ദേവിയുടെ നാമങ്ങളുടെ തുടർച്ചയായ ജപം എന്നിവയും മിക്കവാറും എല്ലാ ദിവസവും നടത്തപ്പെടുന്നു. മതപരമായ എല്ലാ പ്രധാന ദിനങ്ങളും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.